നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ലോകത്തെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പുകയുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരുകളാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നുവന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോൾ അത് വെറും പരാജയപ്പെട്ട നാടകമാണെന്ന് പറഞ്ഞ് ഇറാൻ തള്ളിക്കളയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഗൾഫ് മേഖല മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ആദ്യം അമേരിക്കൻ ഭാഗം പരിശോധിക്കാം. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരമനുസരിച്ച് അവരുടെ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നിവ വിജയകരമായി ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇത്രയും കരുത്തുറ്റ കപ്പലുകൾ ഇറാൻ തീരത്തിന് തൊട്ടടുത്തുകൂടി അമേരിക്ക വിന്യസിക്കുന്നത്. ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകളെ നിർവീര്യമാക്കാനാണ് തങ്ങൾ എത്തിയതെന്നാണ് അമേരിക്കൻ സേനയുടെ വാദം. സമുദ്രപാതയിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ ആർക്കും തടയാനാവില്ലെന്ന് പെന്റഗണും പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV പുറത്തുവിടുന്നത് ഇതിന് നേരെ വിപരീതമായ വാർത്തകളാണ്. അമേരിക്കൻ കപ്പലുകളുടെ നീക്കം ഒരു സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാനിയൻ നാവികസേനയുടെ കർശനമായ മുന്നറിയിപ്പിന് മുന്നിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് പിന്തിരിയേണ്ടി വന്നുവെന്നും അവർ അതിർത്തി ലംഘിച്ചിരുന്നുവെങ്കിൽ കടുത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നു. നാശത്തിന്റെ വക്കോളമെത്തിയ അമേരിക്കൻ സാഹസികത എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് തങ്ങൾ ഈ കപ്പലുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും ഇറാൻ പുറത്തുവിടുന്നുണ്ട്. ഇറാൻ സൈന്യം മുന്നറിയിപ്പ് കൊടുക്കുന്നതും വീഡിയോയിലൂടെ ഇറാൻ പുറത്തുവിട്ടു. ഈ സൈനിക നീക്കങ്ങൾക്ക് മറ്റൊരു തലം കൂടിയുണ്ട്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് ഗൗരവകരമാണ്. ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഈ ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാകാത്തത് മേഖലയിൽ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് കടലിൽ യുദ്ധക്കപ്പലുകൾ അണിനിരക്കുന്നത് വലിയൊരു പ്രൊപ്പഗണ്ട യുദ്ധത്തിന്റെ കൂടി ഭാഗമായാണ് വിദഗ്ധർ കാണുന്നത്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ചെറിയൊരു തീപ്പൊരി വീണാൽ പോലും അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ അമേരിക്കയും ഇറാനും ശ്രമിക്കുമ്പോൾ ആശങ്കയിലാകുന്നത് ഗൾഫ് രാജ്യങ്ങളും ബാക്കി ലോകവുമാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ ശരിക്കും ആ ലക്ഷ്യം പൂർത്തിയാക്കുകയോ അതോ ഇറാന്റെ കരുത്തിന് മുന്നിൽ തോറ്റോ? സത്യം എന്തുതന്നെയായാലും പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് ഉറപ്പിച്ചു പറയാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.